ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ ഒരു വീഡിയോ ആണ്. സെയിൽ വീഡിയോ ഒന്നുമല്ല, കുറച്ച് കെയറിങ് ടിപ്സൊക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. തുടക്കക്കാർക്കായിട്ടുള്ളവർക്ക് പ്രയോജനപ്പെടും എന്ന് തോന്നുന്നു. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സെയിൽ വീഡിയോ ഇട്ടായിരുന്നു അഗ്ലോണിമ പ്ലാന്റിൻ്റെ. അപ്പോൾ അതിൻ്റെ പോട്ടിങ് രീതിയെക്കുറിച്ചും അഗ്ലോണിമയ്ക്ക് വരുന്ന അസുഖങ്ങളെക്കുറിച്ചും അതിന് വേണ്ട മരുന്നുകളെക്കുറിച്ചും ഒക്കെ പലരും ചോദിച്ചിരുന്നു. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ എടുത്തത്. അപ്പോൾ ഇന്ന് പോട്ടിങ് എന്തൊക്കെയാണ് പോട്ടിങ് ചെയ്യാനായിട്ട് ഞാൻ എടുക്കുന്നതെന്ന് പറയാം. ഞാൻ ചകിരിച്ചോറ് ഉപയോഗിക്കാറില്ല. പോട്ടിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന എംസാൻഡും പറമ്പിലെ മണ്ണും കൂടെ ചേർത്ത ഒരു മിശ്രിതമാണ്. എംസാൻഡ് ഒരു ചട്ടിയുടെ 3/4 ഭാഗം എടുക്കുകയാണെങ്കിൽ 1/4 ഭാഗം പറമ്പിലെ മണ്ണാണ്. പിന്നെ എല്ലുപൊടി, ഉണങ്ങിയ ചാണകപ്പൊടി. എംസാൻഡ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല നീർവാർച്ചയുള്ള മണ്ണായിരിക്കണം. അതിനു വേണ്ടിയാണ്. പുഴമണൽ കിട്ടുവാണെങ്കിൽ അത്രയും നല്ലതാണ്. അതെനിക്ക് കിട്ടുന്നില്ല, അതുകൊണ്ടാണ് എംസാൻഡും പറമ്പിലെ മണ്ണും കൂടെ ചേർത്തെടുത്തിരിക്കുന്നത്. ഇത് അങ്ങനെ വെള്ളമൊന്നും കെട്ടി നിൽക്കത്തില്ല. അഗ്ലോണിമയ്ക്ക് വെള്ളം കെട്ടി നിൽക്കാതിരിക്കുന്ന തരത്തിലുള്ള മണ്ണാണ് ആവശ്യമുള്ളത്. പിന്നെ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ചകിരിച്ചോറ് ഉപയോഗിക്കാത്തതും. ചകിരിച്ചോറ് ഉപയോഗിക്കുകയാണെങ്കിൽ സ്വല്പം വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോയാൽ പിന്നെ വേര് ചെയ്യൽ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എൻ്റെ കയ്യിലിരിക്കുന്ന പ്ലാന്റ്സൊക്കെ ഈ പോട്ടിംഗ് മിക്സിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. പുതിയ മുളയൊക്കെ വരും. ഇത് ബിഗ്രോയുടെ ഒരു പ്ലാന്റാണ്. പുതിയ മുളയൊക്കെ വരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോഴേ ഞാൻ പോട്ടിങ്ങിനായിട്ട് എടുത്തിരിക്കുന്നത് എംസാൻഡ് ആദ്യമേ ഇട്ടു. അതിനുശേഷം നമ്മൾ കുറച്ച് ഉണങ്ങിയ ചാണകപ്പൊടി സ്വല്പം അതിട്ടു. അതിനുശേഷം കുറച്ച് എല്ലുപൊടി ഇട്ടു. നമ്മൾ ചകിരിച്ചോറ് ഞാൻ നേരത്തെ ഉപയോഗിക്കുമായിരുന്നു. പക്ഷേ വേര് ചെയ്യലിൻ്റെ പ്രശ്നം കൊണ്ട് പിന്നെ ഞാൻ മഴക്കാലമൊക്കെ ആകുമ്പം, വേനൽക്കാലത്ത് അത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല, പക്ഷേ മഴക്കാലം ആകുമ്പം കുഴപ്പമുണ്ടാവും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കണം. നമ്മൾ എടുക്കുന്ന ചട്ടിക്ക് നല്ല ഡ്രെയിനേജ് ഹോൾ ഉണ്ടാകണം, അത് ശ്രദ്ധിക്കണം. കാരണം ചെറിയ 2 ഹോളേ നമ്മൾ വാങ്ങിക്കുമ്പോൾ കാണത്തുള്ളൂ. നന്നായിട്ട് ഡ്രെയിനേജ് ഉള്ള ഒരു ചട്ടിയായിരിക്കണം നമ്മൾ എടുക്കുന്നത്. പിന്നെ സാഫ് ഇട്ട് കൊടുക്കണം. സാഫ് ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ അഗ്ലോണിമയ്ക്ക് പെട്ടെന്നാണ് ഈ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ സാഫ് പെട്ടെന്ന് ഇങ്ങനെയുള്ള ഫംഗൽ ബാധകളൊക്കെ തടയുന്ന ഒരു ഫംഗിസൈഡാണ്. അതിനുശേഷം സ്വല്പം മണ്ണിട്ടതിന് ശേഷം ഞാൻ അഗ്ലോണിമ പോട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ നടുമ്പോഴേ ശ്രദ്ധിക്കേണ്ടത്, ഈ പോട്ടിലോട്ട് അങ്ങ് ഒത്തിരി ഡീപ്പായിട്ടൊരു കുഴിയെടുത്ത് നമ്മൾ ഈ പ്ലാന്റ് വെക്കാൻ പാടില്ല. സ്വല്പം ഒരു പൊങ്ങി നിൽക്കുന്ന രീതിയിലായിരിക്കണം. കാരണം അന്നേരം നമുക്ക് എളുപ്പം ഇതിൻ്റെ തൈകൾ മുളയൊക്കെ പൊട്ടി അതിൽ നിന്ന് വരും. അഗ്ലോണിമ നമ്മളെപ്പോഴും ഒരു ഷെയ്ഡുള്ള സ്ഥലത്ത് വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. രാവിലത്തെ ആ ഒരു സൂര്യൻ ഉദിച്ചു വരുമ്പോഴുള്ള കുറച്ച് നേരത്തെ ഒരു വെയിൽ കിട്ടുന്നത് നല്ലതായിരിക്കും. അല്ലാതെ പിന്നീടുള്ള ആ ഭയങ്കര ചൂട് വെയിലൊക്കെ അടിച്ചാൽ ഇലയൊക്കെ ചീത്തയായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതെപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു 3 ദിവസം കൂടുമ്പോൾ മാത്രം വെള്ളം കൊടുത്താൽ മതി. അതിൻ്റെ ആവശ്യമേ അഗ്ലോണിമയ്ക്കുള്ളൂ. കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വേര് ചെയ്യലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 3 അല്ലെങ്കിൽ 4 ദിവസം കൂടുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഞാനീ പറയുന്നതൊക്കെ തുടക്കക്കാർക്ക് വേണ്ടിയുള്ള ഒരു ടിപ്സാണ്. ഇത് വളർത്തി നല്ല പരിചയമുള്ളവർക്കൊന്നും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരിക്കും. കാരണം അവർ നല്ല എക്സ്പേർട്സ് ആയിരിക്കും. ബിഗിനേഴ്സിനായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. നമ്മൾ നട്ടതിന് ശേഷം സ്വല്പം സാഫ് ലീഫിലും മണ്ണിലുമൊക്കെ തളിച്ചു കൊടുക്കേണ്ടതാണ്. പിന്നെ ഇത് ശ്രദ്ധിക്കാനുള്ളത്, ഈ ലീഫിൻ്റെ അടിയിൽ എലപ്പേൻ എന്ന് പറഞ്ഞൊരു ശല്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഒരു വെളുത്ത ഒരു വെള്ളീച്ച പോലൊരു ഒരു ജീവിയും ഈ ഇലയിലൊക്കെ പറ്റിയിരിക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഈ അഗ്ലോണിമയുടെ ലീഫിൻ്റെ അടിഭാഗമൊക്കെ ശ്രദ്ധിക്കണം. കാരണം ഒന്നിച്ച് കൂടുതൽ അടുത്തടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കത്തില്ല. ഈ പ്ലാന്റിന് നേരത്തെ ഉണ്ടായിരുന്നു. ഞാനത് പെട്ടെന്ന് കണ്ടതുകൊണ്ട് കുറച്ചൊക്കെ എടുത്ത് കളഞ്ഞു. പിന്നെ ഞാൻ സ്ഥിരം ഈ ഹോളാപ്പ് എന്ന് പറയുന്ന ഒരു മരുന്നാണ് അടിച്ചു കൊടുക്കുന്നത്. അത് ഈ ഇലപ്പേനിനൊക്കെ നല്ലതാണ്. അപ്പോൾ ഈ അഗ്ലോണിമ പ്ലാന്റ്സ് വളർത്തുന്നവർക്ക് ഇത് നല്ലൊരു
മരുന്നാണ് ഈ ഹോളാപ്പ്. എല്ലാ ഫെർട്ടിലൈസർ കടയിലും ഒക്കെ കിട്ടുന്നതാണ്. നമ്മൾ ഇലയുടെ അടിഭാഗത്ത് വേണം അടിച്ചു കൊടുക്കാൻ. കാരണം നമ്മൾ പല സ്ഥലത്തു നിന്ന് വാങ്ങിക്കുന്ന പ്ലാന്റ്സ് ഒക്കെ ആണല്ലോ, അപ്പോൾ ചില ഡിസീസൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഹോളാപ്പ് നല്ലൊരു മരുന്നാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.